പാലാ ടൗണിൽ നിന്ന് ഉദ്ദേശം ഒരു 3 കിലോമീറ്ററോളം ദൂരത്തിൽ 3 അല്ലെങ്കിൽ 4 കിലോമീറ്ററോളം ദൂരത്തില് ഹൈവേയിൽ നിന്നും വെറും 200 മീറ്റർ ദൂരം, കഷ്ടിച്ച് 200 മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയാൽ നല്ലൊരു ജംഗ്ഷനിൽ നിന്നും കഷ്ടിച്ച് 200 മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയാൽ 16 സെന്റ് സ്ഥലത്തിൽ നല്ല ഒരു PWD റോഡ് ഫ്രണ്ടേജ് ആയിട്ട് തന്നെ നല്ലൊരു 4 ബെഡ്റൂം അറ്റാച്ച്ഡ് 2600 സ്ക്വയർ ഫീറ്റ് ഒറ്റ നില വീടായിട്ട് കംപ്ലീറ്റ് റൂഫ് വർക്കൊക്കെ ചെയ്തിരിക്കുന്ന ഈ അടിപൊളി വീട് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ചോദിക്കുന്ന വില കേട്ടുകഴിഞ്ഞാൽ 1,35,00,000 രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് നമ്മളെ വീടിനകത്തെ ക്വാളിറ്റി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വില കൂടുതലാണെന്ന് തോന്നില്ല. അത്രയ്ക്ക് ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ, അതുപോലെ തന്നെ തടിയുടെ വർക്കുകളെല്ലാം നല്ലപോലെ ചെയ്താണ് നല്ല ഒരു ക്യൂട്ടായിട്ടുള്ള രീതിയിലുള്ള പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന കിണർ വെള്ള സൗകര്യത്തോടു കൂടിയുള്ള നല്ലൊരു വീടാണ് ഇവിടെ വന്നിരിക്കുക. അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ ഈ ഉടമയുടെ തന്നെ ഒരു 14 സെന്റ് സ്ഥലം കൂടി ഉണ്ട്. അതും കൂടെ കൂട്ടിയാണെങ്കിൽ മൊത്തത്തിൽ 40 സെന്റ് സ്ഥലവും 30 സെന്റ് സ്ഥലവും വീടുമായിട്ട് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ആ 14 സെന്റ് സ്ഥലം ഓപ്ഷണലാണ്, വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി. 14 സെന്റ് സ്ഥലം 16 സെന്റ് സ്ഥലവും വീടുമായിട്ടാണ് ഇത് പണി പൂർത്തിയായി വന്നിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് വീടിന്റെ ദൃശ്യങ്ങളിലൂടെ നമുക്ക് ഷെയർ ചെയ്യാം. മീനച്ചൽ ഹോംസ് ഇന്ന് പുതുപുത്തൻ വീഡിയോ ഇവിടെ അവതരിപ്പിക്കുമ്പോൾ വളരെ നല്ല ഒരു വീടുകളിലൊക്കെ നമ്മൾ വീഡിയോ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം തോന്നാറുണ്ട്. കാരണം നല്ല ക്യൂട്ടായിട്ട് പണി കഴിപ്പിക്കുക മാത്രമല്ല, നല്ല ക്വാളിറ്റിയിൽ പണി കഴിപ്പിക്കുക കൂടി ചെയ്തിരിക്കുന്ന വീടുകൾ, റൂഫ് വർക്കൊക്കെ ചെയ്തിരിക്കുന്ന കേരള സ്റ്റൈൽ വീടുകൾ പാലായിൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്നൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പറയാറുണ്ട്. വേറൊരിടത്തും ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ പോകുന്ന മേഖലകളിൽ ഒരിടത്തും കണ്ടിട്ടില്ല. പലരും പുതിയതായിട്ട് വീഡിയോയൊക്കെ ചെയ്യുവാനൊക്കെ ആരംഭിച്ചിരിക്കുന്നവരെ വീഡിയോയൊക്കെ ചെയ്തു വരുമ്പോഴും നമ്മളിത് കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ പാലായിൽ കിട്ടുന്ന ഈ കേരള സ്റ്റൈൽ വീടുകൾ അതാണ് നമ്മളിവിടെ കാണുന്നത്. ഇങ്ങനെയുള്ള വീടുകൾ കാണുവാൻ തന്നെ ഭയങ്കര അഴകാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോയൊക്കെ കണ്ടിട്ട് നമുക്ക് ഈ പാലായുമായിട്ടോ അല്ലെങ്കിൽ കോട്ടയം ജില്ലയുമായിട്ടോ പോലും യാതൊരു ബന്ധവുമില്ലാത്ത ആൾക്കാർ വരെയും വന്ന് പാലായിൽ വന്ന് പുതുതായി വീട് വന്ന് മേടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ വീടിൻ്റെ റൂഫ് വർക്കിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ കയറുക. അപ്പോൾ റൂഫ് വർക്കിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ കയറി കഴിയുമ്പോൾ തന്നെ ഇതാണ് നമ്മളെ സെറാമിക് ഓട് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന നല്ല റൂഫ് വർക്ക്. നമ്മൾ റൂഫ് വർക്കിൽ നിന്നും താഴേക്ക് ഇറങ്ങി. കാരണം റൂഫ് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പല വീടുകളുടെയും കാണാറുള്ളതാണ്. നമുക്ക് ചെറിയൊരു ഫംഗ്ഷൻ നടത്താൻ 200-300 പേരുടെ ഫംഗ്ഷൻ നടത്തുവാനുള്ള സ്പേസ് റൂഫ് വർക്കിനകത്തുണ്ട്. അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ വെച്ച് തുണിയിലൊക്കെ ഉണങ്ങാനിടാനൊക്കെ ആയിട്ട് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇനി നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് ഒന്നും കൂടി പോകാം. ഇത് നമ്മളെ ചുറ്റുമുള്ള ജനൽപ്പാളികളെല്ലാം തേക്കാണ്. ഫ്രണ്ട് മുറ്റം കംപ്ലീറ്റ് സ്റ്റോൺ ഇട്ട് നല്ല അടിപൊളിയാക്കി എടുത്തിരിക്കുന്ന ഫ്രണ്ട് മുറ്റമാണ് ഈ കാണുന്നത്. നമുക്ക് ഫ്രണ്ട് ജനൽപ്പാളികൾ, ബാക്കി ജനൽപ്പാളികളൊന്നൊന്നുമില്ല. എല്ലാ ജനൽപ്പാളികളും തേക്കിൻ്റെ തടി കൊണ്ട് തന്നെയാണ് ഇവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുക. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ ഇതാണ് ഫ്രണ്ട് മുറ്റം. വീണ്ടും നമ്മൾ ഫ്രണ്ട് മുറ്റത്തേക്ക് വന്നു. ഇവിടെ ചെറിയ ഗാർഡനിങ് സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള രീതിയിൽ ഫ്രണ്ട് എലവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഒരു കാഴ്ചയ്ക്ക് ഒരു രാജകീയ പ്രൗഢിയും ഒരു ഓമനത്വവും തോന്നുന്ന രീതിയിലാണ് ഫ്രണ്ട് എലവേഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. പാലാ ടൗണിൽ നിന്നും ഏകദേശം ഒരു 3 കിലോമീറ്ററോളം ദൂരം വന്നു കഴിയുമ്പോൾ എല്ലാ കടകളും സൂപ്പർ മാർക്കറ്റുകളും എല്ലാം ഉള്ള ഒരു ജംഗ്ഷനിൽ നിന്ന് PWD റോഡ് 200 മീറ്റർ ദൂരം വന്നു കഴിയുമ്പോൾ PWD റോഡിൽ നിന്ന് നമ്മൾ കണ്ടു ആർച്ച് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അങ്ങനെ PWD റോഡിൽ നിന്നും ആരംഭിക്കുന്ന പ്രോപ്പർട്ടിയാണ് ഇത്. നമ്മൾ ഫ്രണ്ട് ഡോറ് ഡബിൾ പാളി ഡോറാണ്. ഡോറ് തുറന്ന് അകത്തേക്ക് കയറി വളരെ സിമ്പിളായിട്ട് എന്നാൽ വളരെ ക്യൂട്ടായിട്ടുള്ള രീതിയിലുള്ള ഇൻറ്റീരിയർ വർക്കുകൾ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ കയറി വരുമ്പോൾ തന്നെ സ്വീകരണ മുറിയിൽ തന്നെ TV യൂണിറ്റ്, റൊട്ടേറ്റ് ചെയ്യാവുന്ന TV യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ സോഫ സെറ്റ് ഇടാവുന്ന സംവിധാനങ്ങളാണ്. ഇവിടെ ഒരു നടുമുറ്റം പോലെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. അതൊരു വീടിൻ്റെ അകത്തളത്തിൻ്റെ അഴക് ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള നമുക്ക് നടുത്തളമാണ് ഇവിടെ വന്നിരിക്കുക. അപ്പോൾ സ്വീകരണ മുറിയുണ്ട്, അതുപോലെ തന്നെ ഡൈനിങ് സ്പേസ് ഉണ്ട്. ഈ നടുമുറ്റം നമുക്ക് നല്ലൊരു കോർട്ടിയാടാക്കി നല്ല രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്.
4 ബെഡ്റൂമാണ്, 4ഉം അറ്റാച്ച്ഡ് ആണ്. ബെഡ്റൂമുകളുടെ ഡോറുകളും എല്ലാം കംപ്ലീറ്റ് തേക്കിൻ തടി കൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുക. സ്വിച്ചുകളാവട്ടെ സിമെൻ്റ് ആയിക്കോട്ടെ, മണലായിക്കോട്ടെ, അല്ലെങ്കിൽ തടികളായിക്കോട്ടെ, എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ഏറ്റവും ക്വാളിറ്റി ഇനമുള്ള മാത്രമുള്ള നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുക. എല്ലാ ബെഡ്റൂമിലും AC-യുടെ പോയിൻ്റ്, ലൈറ്റ്, ഫാന്, ഫാൻസി ലൈറ്റുകൾ എന്ന് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ബെഡ്റൂമിൻ്റെ കബോർഡുകളാണ് ഈ കാണുന്നത്. അതും തേക്കിൻ തടി കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുക. നമുക്ക് ഷർട്ടോ അല്ലെങ്കിൽ സാരിയൊക്കെ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഇവിടെയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടെയാണ് നമ്മുടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരിക. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇവിടെ ഇവിടെ നല്ല വലിപ്പമുള്ള ടോയ്ലറ്റുകളാണ് ഇവിടെ വന്നിരിക്കുക. അതുപോലെ തന്നെ മിററ്, വാഷ് ബേസിന് എന്ന് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും ടോയ്ലറ്റിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ടോയ്ലറ്റിനുള്ളിൽ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ഷവറ് കാര്യങ്ങൾ, എക്സോസ് ഫാന്, ഇങ്ങനെ എന്ന് വേണ്ടുന്ന ഒരു ടോയ്ലറ്റിന് ആവശ്യമുള്ള എല്ലാ സംവിധാനങ്ങളും ടോയ്ലറ്റിൽ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. ഇത് എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനി സാധനങ്ങൾ. ജാഗ്വാറിൻ്റെ ആണ് ക്ലോസറ്റൊക്കെ വെച്ചിരിക്കുക. അപ്പോൾ ജാഗ്വാറിൻ്റെ ഏറ്റവും ടോപ്പ് മെറ്റീരിയലുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ബെഡ്റൂമിൻ്റെ ഏകദേശം ഒരു വലിപ്പം. ഫാന് പോലെയുള്ള എല്ലാ സംവിധാനങ്ങളോടും കൂടി തന്നെയാണ്. ഇവിടുന്ന് ഇതാണ് നമ്മുടെ സ്വീകരണ മുറിയുടെ സൈഡിൽ നിന്നാണ് നമ്മൾ ആരംഭിച്ചത്. നമ്മുടെ നടുമുറ്റത്തിൻ്റെ സൈഡിലൂടെ തന്നെ നമ്മൾ അടുത്ത ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. നല്ല തടി വർക്കുകൾ കൊണ്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ നടുമുറ്റം ഒന്നുകൂടി ഭംഗിയായിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത്. ഇവിടെ രണ്ടാമത്തെ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ AC-യുടെ പോയിൻ്റ് ഈ ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട്. 4 പാളി ജനലാണ് കൊടുത്തിരിക്കുക. ഇവിടെ ഡ്രസ്സിങ് ഏരിയയിൽ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ നമ്മുടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റും ഇവിടെ വന്നിട്ടുണ്ട്. ഒരു ലക്ഷറി ഹോം എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വർക്കുകളാണ് ഇപ്പോൾ നിലവിൽ ഈ വീട്ടിൽ ചെയ്തിരിക്കുക. പണിയെല്ലാം ജസ്റ്റ് കംപ്ലീറ്റായി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഫിനിഷ് ആയതേ ഉള്ളൂ. കിണർ, വെള്ളം സൗകര്യങ്ങൾ ഈ വീടിനുണ്ട്. വെള്ളം കൂടുതൽ ലഭിക്കുവാനായിട്ട് നമുക്ക് വേണ്ടി മാത്രമായിട്ട് വേറൊരു കിണർ, അത് മറ്റാർക്കും അവകാശം കൊടുക്കാനല്ല, നമുക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു കിണർ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും നല്ല ഫസ്റ്റ് ക്വാളിറ്റിയിൽ തന്നെ ചെയ്തിരിക്കുന്ന വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് പോകുവാനായിട്ടുള്ളത്, ഇവിടുന്ന് നമ്മൾ ബാക്ക് സൈഡിൽ കൂടെ വന്നപ്പോൾ നമ്മൾ കണ്ടിരുന്നു നമുക്ക് ഒരു സിറ്റ് ഔട്ട് ഉണ്ട് എന്നുള്ളത്. ഈ മൂന്നാമത്തെ ബെഡ്റൂം കണ്ടതിന് ശേഷം നമുക്ക് സിറ്റ് ഔട്ടിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ മീനച്ചിൽ ഹോംസ് അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കൊക്കെ നമുക്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. സിവിൽ സ്കോർ ഉള്ളവർക്കും ഇല്ലാത്തവർക്കുമൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. സിവിൽ സ്കോർ ഇല്ലാത്ത എല്ലാവർക്കുമല്ല. എന്തുകൊണ്ട് സിവിൽ സ്കോർ നഷ്ടമായി എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രമേ അത് ഉറപ്പ് പറയൂ. അപ്പോൾ സിവിൽ സ്കോർ നിങ്ങൾക്കൊരു ഇഷ്യൂ ആക്കി എടുക്കേണ്ട. നിങ്ങൾ സാലറി സർട്ടിഫിക്കറ്റ്, ഇൻകം നിങ്ങൾക്കുണ്ടെങ്കിൽ, സാലറി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഇൻകം ഉണ്ടെങ്കിൽ ഞങ്ങൾ ലോൺ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുന്നതാണ്. ഇവിടെ നമ്മുടെ ഡൈനിങ് സ്പേസ് ആണ്. ഡൈനിങ് സ്പേസിലെ ഇൻറ്റീരിയർ വർക്കുകൾ അതിമനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ സിറ്റ് ഔട്ട് വന്നിരിക്കുന്നത്. ഈ സിറ്റ് ഔട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണമെങ്കിൽ മുകളിലേക്ക് കയറുവാനായിട്ട്, അതായത് ടെറസിലോട്ട് കയറുവാനായിട്ട്, റൂഫ് വർക്കിനകത്തേക്ക് കയറുവാനായിട്ടുള്ള ഓപ്ഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഓപ്പൺ കിച്ചണാണ്. 4 ബെഡ്റൂമാണ് നമുക്കുള്ളത്. 4 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂം 3 നമ്മളിപ്പോൾ നിലവിൽ കണ്ടിട്ടുള്ളൂ. അപ്പോൾ വരുന്ന സൈഡിലൂടെ തന്നെ ആയതുകൊണ്ട്, കിച്ചൺ ആയതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് മറ്റേ ബെഡ്റൂം കാണാം. എല്ലാം തേക്കിൻ തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകൾ ചെയ്തിട്ട് അടിപൊളിയാക്കി എടുത്തിരിക്കുന്ന നല്ല ഒരു കിച്ചണാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. കിച്ചൻ്റെ കബോർഡ് വർക്കുകൾ എന്ന് പറയുന്നത് അതിമനോഹരവും ഗംഭീരവുമായ കബോർഡ് വർക്കുകളാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുക. അപ്പോൾ ഇത് നമുക്ക് ഇലക്ട്രിക് ചിമ്മിനി, സ്റ്റൗവ് എന്ന് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളോടും കൂടി
ഫ്രിഡ്ജ് വയ്ക്കുവാനായിട്ടുള്ള പോയിൻ്റ് ഇട്ടുകൊണ്ട് വാഷിംഗ് മെഷീൻ വെക്കുവാനായിട്ടുള്ള പോയിൻറ്റും ഇവിടെ തന്നെ കൊടുത്തുകൊണ്ട് ഗംഭീരവും മനോഹരവുമായ രീതിയിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന അതിമനോഹരമായ രീതിയിലുള്ള കിച്ചൺ, കബോർഡ് വർക്കുകൾ, ഗംഭീരമായ കബോർഡ് വർക്കുകൾ. അത് കിച്ചണിൽ മാത്രമല്ല ബെഡ്റൂമുകളിലും നമ്മൾ കണ്ടു കഴിഞ്ഞു. പുറത്തേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ഡോറാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ കിച്ചണും വർക്ക് ഏരിയയും. കണ്ടാലും കൊതി തീരില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്രയും മനോഹരമായൊരു കിച്ചണാണ്. നേരിട്ട് വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് കാണാം. ഈ വീട് സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കണം എന്ന ആഗ്രഹം തോന്നുന്നവർ മീനച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ. അത് നാളത്തേക്ക് മാറ്റി വയ്ക്കേണ്ട, ഇന്ന് തന്നെ വിളിച്ചോളൂ. ഞങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾ വന്ന് നമുക്ക് നേരിട്ട് ഈ പ്രോപ്പർട്ടി കാണാവുന്നതാണ്. ഇതാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിനോട് തൊട്ടടുത്ത് തന്നെയായിട്ട് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് 4ാമത്തെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ 4ാമത്തെ ബെഡ്റൂമിൻ്റെ അകത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ബെഡ്റൂമുകളെല്ലാം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ്. നമ്മൾ വൈഡ് ആംഗിളിലിട്ട് വീഡിയോ എടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ബെഡ്റൂം ചിലപ്പോൾ ചെറുതാണ് എന്ന് തോന്നിയേക്കാം. പക്ഷേ ചെറുതല്ല, നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ്. ഇതാണ് നമ്മുടെ ഡ്രസ്സിങ് ഏരിയ. ഡ്രസ്സിങ് ഏരിയയിലെ കബോർഡ് വർക്കുകളാണ്. 4ാമത്തെ ബെഡ്റൂമാണ്. അപ്പോൾ ഈ ബെഡ്റൂമും കൂടി കണ്ടുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്ത ഇല്ലെങ്കിൽ വീഡിയോ റിവേഴ്സ് എടുത്ത് നോക്കണം. അതുകൊണ്ട് എല്ലാം സൂക്ഷ്മമായിട്ട് കണ്ടു നോക്കിക്കോളൂ. എല്ലാം നല്ല ക്യൂട്ടായിട്ട്, എല്ലാം നല്ല ഒരു സ്റ്റാൻഡേർഡ് ലെവലിൽ തന്നെ ചെയ്തിരിക്കുന്ന ടോയ്ലറ്റുകൾ, ബെഡ്റൂമുകൾ, സ്വിച്ചുകൾ, ഫാനുകൾ എന്ന് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുക. അപ്പോൾ നമ്മൾ എല്ലാ ബെഡ്റൂമുകളും കണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ ഈ ചാനൽ നിങ്ങൾ എന്നും കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞങ്ങൾ പറയുന്ന വില ഉടമ ചോദിക്കുന്ന വിലയാണ്. നിങ്ങൾക്ക് അതിൽ നിന്ന് നെഗോഷിയേഷൻ ചെയ്യാവുന്നതാണ്. 100% സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും പറയുക. അല്ലെങ്കിൽ ഞങ്ങൾ 1 ലക്ഷം രൂപ കുറച്ചോ കൂട്ടിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലൊന്നും വില പറയാറില്ല. നിങ്ങൾക്ക് നേരിട്ട് ഉടമയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുവാൻ ഞങ്ങളുടെ സാന്നിധ്യത്തിൽ